മനുഷ്യരോളം തന്നെ പഴക്കമുണ്ട് മനുഷ്യൻ്റെ അസുഖങ്ങൾക്കും അതിൻ്റെ ചികിത്സാ രീതികൾക്കും. ആദ്യം മെഡിസിൻസ് മാത്രം കൊടുത്തിരുന്ന പല അസുഖങ്ങൾക്കും പിന്നെ സർജറി ചെയ്തു തുടങ്ങി. സർജറി ഡെവലപ്പ് ചെയ്യും തോറും ലാപ്രോസ്കോപ്പിക് സർജറി അങ്ങനെ പല സർജിക്കൽ ടെക്നിക്സും ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. 1960s ഒരു റെവല്യൂഷണറി മെത്തേഡ് വന്നു. അതിൻ്റെ പേരാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി. അതിൻ്റെ ബേസിസ് ഇതാണ്, ബോഡിയിലെ എല്ലാ അസുഖങ്ങളും ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ആക്ച്വലി രക്തക്കൊഴൽ ഒരു കാരണമാണ്. അത് ബ്ലോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ട്യൂമർ മരത്തെ കണ്ടീഷൻ, രക്തക്കൊഴൽ പ്രോളിഫറേറ്റ് ചെയ്യുന്ന പല അസുഖങ്ങളായിരിക്കാം. അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ആ രക്തക്കൊഴൽ വഴി ആ ട്യൂമർ സ്ഥലത്തേക്ക് എത്താൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ മേജർ ആർട്ടറീസ്, കയ്യിലോ കാലിലോ ഉള്ള മേജർ രക്തക്കൊഴൽ വഴി ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് ആ ട്യൂമർ അല്ലെങ്കിൽ ആ ലീഷൻ്റെ അവിടെ എത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ആ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. പണ്ട് സർജറീസ് മാത്രം പറ്റിയിരുന്ന പല അസുഖങ്ങൾക്കും ഇന്ന് ഇൻ്റർവെൻഷൻ റേഡിയോളജി വഴി ഒരു ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ് പോസിബിളാണ്.